ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ലോകത്തിൽ ഇന്നയോളം അടക്കം ചെയ്യപ്പെട്ട സകല മഹാന്മാരുടെയും ശരീരം അവരുടെ കല്ലറകളിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ശിഷ്യന്മാർ അവിടെ പ്രണാമം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം ശൂന്യമായി നിലകൊള്ളുന്നു. അവൻ ഇവിടെയില്ലെന്നാണ് കല്ലറയ്ക്ക് മുൻപിലെ ദൂതന്മാർക്ക് പറയാനുള്ളത്. ലോകം ഇന്നയോളം കേട്ട ഏറ്റവും ശ്രേഷ്ഠമായ സദ്വാർത്തയാണിത്. അന്നോളം മനുഷ്യനെ അലട്ടിയിരുന്ന സകലവിധ സംശയങ്ങൾക്കും ഭയങ്ങൾക്കുമുള്ള ഉത്തരം ശൂന്യമായ ആ കല്ലറയ്ക്കുള്ളിലുണ്ട്. അവൻ്റെ കല്ലറ മാത്രമേ ശൂന്യമായിട്ടുള്ളൂ. അടക്കം ചെയ്ത കല്ലറയിൽ മാത്രമേ അവനിപ്പോൾ ഇല്ലാത്തതായുള്ളൂ. മറ്റെല്ലാ ഇടങ്ങളിലും അവൻ്റെ സ്നേഹ സാന്നിധ്യമുണ്ട്. ഏറ്റവും അധികമായി എവിടെയൊക്കെയാണ് ഉത്ഥിതൻ്റെ സാന്നിധ്യമുണ്ടാവുക? യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യർക്കരികെ കതക് തുറക്കാതെ തന്നെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് അവൻ എത്തുന്നുണ്ട്. ഉത്ഥിതൻ കൂടെയുണ്ട് എന്ന ചിന്തയിൽ ഇനിമേൽ സകല ഭയപ്പാടുകളെയും നാം മറികടക്കണം. അടച്ചിട്ട മുറിക്കുള്ളിൽ പോലും ആരും തനിച്ചല്ല. അവൻ്റെ സാന്നിധ്യം അവിടെയുമുണ്ട് എന്ന ചിന്ത ആശ്വാസം നൽകുന്നതാണ്. നിന്റെ കണ്ണീർ വേളകളിൽ ചേർന്ന് നിൽക്കാനും ആശ്വസിപ്പിക്കുവാനും ആരുമില്ലെന്ന് ഇനി കരുതിക്കൂടാ. പതിയെ കണ്ണുനീർ തുടച്ച് യേശുവിൻ്റെ അരികിലേക്ക് വരിക. ഞാനില്ലേ കൂടെ, കരയരുത് എന്ന സ്വരം നമുക്ക് കേൾക്കാനാകും. അത് യേശുനാഥനാണ്. മനുഷ്യരുടെ സങ്കടവേളകളിൽ എവിടെയും എപ്പോഴും കൂടെ നിൽക്കാനാണ് അവൻ ഉത്ഥിതനായത്. എനിക്ക് ആരുമില്ലെന്നു പറഞ്ഞ് ഇനിമേൽ വിലപിച്ചുകൂടാ എന്ന് യേശുനാഥന് നിർബന്ധമുണ്ട്. യോഹന്നാൻ 11:25. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.